ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി എന്നതിലെ 2ാമത്തെ പാഠമാണ്. ഇതാ ഒരു മായാലോകം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് കേട്ടോ. ഈ പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ. ഇതാ ഒരു മായാലോകം. ഒരിക്കലൊരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്കു തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു, ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അത് രസകരമായ ആ കഥ കേട്ടോളൂ. 100ഓളം വർഷങ്ങൾക്ക് മുൻപാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ബ്രസീലിലെ ഒരു കാട്ടിൽ വച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത്. കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി? അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന. ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം. അങ്ങനെ ഒരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നൂ. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു സംശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്, ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അത് തന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. അത് നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ്, കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിനു മുകളിൽ കരിയില മെത്തയുണ്ടായിരിക്കും. കരിയിലകളുടെ അനേകം അടുക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും. അതിന് താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി, പിന്നെ കപ്പലിലേക്ക് കയറി. മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ. വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം! ഈ മണ്ണിന് ജീവനുണ്ട്, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു, വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ്. അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു. 100 കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു, ഇളകുന്നു, മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ അഥവാ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു.
തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരാലീസ്. എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് ആണ്. മണ്ണും മനുഷ്യനും എന്ന പുസ്തക സമാഹാരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. കാണാ കാഴ്ചകൾ. ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഉദാഹരണം: വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയമെന്ന് പറയുന്നത്? ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക. ഓരോ ഗ്രൂപ്പും മികച്ച 10 ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം. ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം. ഉത്തരങ്ങളും എഴുതിവെക്കണം. തുടർന്ന് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോത്തര പയറ്റ് നടത്തൂ. ചോദ്യോത്തര പയറ്റിലേക്കായി നിങ്ങൾക്ക് വേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരാം. ആരായിരുന്നു ഡോക്ടർ ബീബ്? എവിടെ വച്ചായിരുന്നു അദ്ദേഹത്തിന് വിചിത്രമായ ആശയം തോന്നിയത്? കപ്പലിൽ കഴിയുന്ന ദിവസങ്ങളിൽ നേരം പോകാനായി ഡോക്ടർ ബീബ് കണ്ടുപിടിച്ച മാർഗം എന്തായിരുന്നു? കാട്ടുമണ്ണ് പരിശോധിച്ചപ്പോൾ എന്താണ് ബീബ് കണ്ടത്? മണ്ണിനുള്ളിലെ മായാലോകം എന്ന് പറയാൻ കാരണം എന്താണ്? ചോദ്യം 2. ആലീസിന്റെ അത്ഭുത ലോകം. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും മറ്റൊരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരാലീസ്. ലൂയിസ് കരോൾ എഴുതിയ ആലീസിന്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്തു വായിക്കൂ. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാലസാഹിത്യ നോവലാണ് ആലീസിന്റെ അത്ഭുത ലോകം. ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയായ ആലീസ് ഒരു വിചിത്രമായ ലോകത്തേക്ക് എത്തിച്ചേരുന്നതും അത്യന്തം വിസ്മയമായ ലോകത്തിലൂടെ കടന്നു പോകുന്നതുമായി സ്വപ്നം കാണുന്നതുമാണ് ഈ കഥ. ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുക, ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക, പൂന്തോട്ടത്തിലെ പൂക്കൾ സംസാരിക്കുന്നത് കേൾക്കുക, ഇവയൊക്കെ കഥയിലെ ആലീസിന്റെ വിചിത്ര അനുഭവങ്ങളാണ്. ആലീസ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതിലൂടെ ഈ കഥ അവസാനിക്കുന്നു. വായനക്കാരെ തികച്ചും വ്യത്യസ്തമായ ലോകത്തിലേക്ക് ചെന്നെത്തിക്കാൻ ആലീസിന്റെ അത്ഭുത ലോകം എന്ന കൃതിക്ക് കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. ഈ ചിത്രം നോക്കൂ. ഇതിൽ എന്തെല്ലാം ഉണ്ട്? ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഈ ചിത്രത്തിൽ കാണുന്നത് പ്രകൃതിയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകളാണ്. മരങ്ങൾ മുറിക്കുന്നതും പുഴയിൽ നിന്ന് മണൽ വാരുന്നതും മലകളും കുന്നുകളും നികത്തുന്നതും പാടങ്ങൾ മണ്ണിട്ട് മൂടുന്നതും എല്ലാം ഈ ഒരു ചെറിയ ചിത്രത്തിലുണ്ട്. ഇത്തരം പ്രവൃത്തികളെല്ലാം ഭൂമിക്കും മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. മനുഷ്യനെ പോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ചെറുപ്രാണികൾക്കും സസ്യജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നശിപ്പിക്കാൻ മനുഷ്യന് അധികാരമില്ല. വായിക്കാം, കണ്ടെത്താം. ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ. അവയിൽ എന്തു വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കണ്ടു, കണ്ട, തുറന്നു, തുറന്ന, ചിന്തിച്ചു, ചിന്തിച്ച. ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം പറയുന്ന വാക്കുകൾ എന്താണ്? പൂർണ്ണമായ വാക്കുകളാണ് അല്ലേ? എന്നാൽ രണ്ടാമത് പറഞ്ഞ കണ്ട അല്ലെങ്കിൽ തുറന്ന, ചിന്തിച്ച എന്നൊക്കെയുള്ളത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് പൂർത്തിയാകാതെ അപൂർണമായ വാക്കുകളാണ്. അതിന് ശേഷവും അതിന് മുന്നും എന്തൊക്കെയോ വേറെ വാക്കുകൾ ചേർത്തെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണമായ വാചകമായി മാറുകയുള്ളൂ. അത്തരത്തിലുള്ള വാക്കുകൾക്ക് ഉദാഹരണമാണ് കിടന്നു, കിടന്ന, അലഞ്ഞു, അലഞ്ഞ, നടന്നു, നടന്ന, പറഞ്ഞു, പറഞ്ഞ, മറന്നു, മറന്ന, സഞ്ചരിച്ചു, സഞ്ചരിച്ച, പോയി, പോയ, പറ്റിച്ചു, പറ്റിച്ച. ഇനിയും ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താം. കൂടുതൽ കൂട്ടിച്ചേർക്കുക. അടുത്ത ചോദ്യം നോക്കൂ. മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം, ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്തു നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണ് ദിനത്തിൽ, അതായത് ഡിസംബർ 5-ന് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണും. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ്. നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ്. പണ്ടെല്ലാം മുത്തശ്ശിമാർ കുട്ടികളെ മണ്ണിലേക്ക് കളിക്കാൻ പറഞ്ഞയക്കുക. എന്നാൽ ഇന്നോ കുട്ടികൾ മണ്ണ് തൊടുന്നത് പോലും നമുക്ക് അറപ്പാണ്, വെറുപ്പാണ്. നമ്മൾ നേരെ ഒരു മൊബൈൽ ഫോൺ നീട്ടി വീട്ടിലിരുന്ന് കളിച്ചോ എന്ന് പറയും അല്ലേ? പക്ഷേ അത് എത്രത്തോളം കുട്ടികൾക്ക് ദോഷകരമാണെന്ന് നമ്മൾ ചിന്തിക്കില്ല.
മറിച്ച് മണ്ണിലിറങ്ങിയാൽ അവൻ്റെ ഡ്രസ്സിൽ മണ്ണാവും എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മണ്ണിലിറങ്ങിയാൽ അഴുക്കാകും, പക്ഷേ അതൊന്ന് കഴുകി കളഞ്ഞാൽ മാറ്റാവുന്നതേയുള്ളൂ അല്ലേ? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങൾ മാറി മാറി വരുന്നത് കാണാം. ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം അവരെ മണ്ണിലേക്ക് ഇറക്കി വിടൂ. മണ്ണിൽ തന്നെയുണ്ട് അവരുടെ അസുഖങ്ങൾ മാറുവാനുള്ള മരുന്നുകൾ. പക്ഷേ ഇന്ന് മണ്ണ് കാണുന്നതും കുറവ് തന്നെയാണ്. എല്ലാ വീടിൻ്റെ മുറ്റത്തും കോൺക്രീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നതും ഭൂമിയിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാതെ സിമന്റ് ഇട്ട് മൂടിയിരിക്കുന്നു. ലോക മണ്ണ് ദിനമായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. മണ്ണിൻ്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കും. പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കും. തികച്ചും ജൈവ കൃഷികൾ മാത്രം ചെയ്യും. രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കുന്നത് നിർത്തലാക്കും. ഒരിക്കൽ കൂടി മണ്ണിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്ത ചോദ്യം നോക്കും മക്കളെ. കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ്. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, കുളങ്ങൾ, വയൽ, പുഴ എന്നിവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം? ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ, അവതരിപ്പിക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ കുളമുണ്ട്. നാട്ടുകാരായ ഞങ്ങൾ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ അലക്കാനും കുളിക്കാനും എല്ലാം അവിടേക്കാണ് പോവാറ്. മനുഷ്യരായ നമ്മൾ മാത്രമല്ല, ദാഹജലത്തിനു വേണ്ടി കിളികളും മൃഗങ്ങളും എല്ലാം അവിടെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് മീനുകളുടെയും ചെറുഞണ്ടുകളുടെയും വാസസ്ഥലമാണത്. അവിടേക്ക് ചിലപ്പോൾ നീർക്കോലിയും അതുപോലെ തന്നെ ആമക്കുഞ്ഞും വരാറുണ്ട്. കുട്ടികളായ ഞങ്ങൾ വൈകുന്നേരം കളി കഴിഞ്ഞ് കുളിക്കുവാനും അങ്ങോട്ടേക്കാണ് പോകാറ്. ആ കുളത്തിൽ മുങ്ങി ആർത്തു വിളിച്ചു കുളിക്കുന്നത് എന്നും ഞങ്ങളുടെ ഇഷ്ടവിനോദമാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് ഇതാ ഒരു മായാലോകം എന്ന ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്, ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്